പല ഭാഷയിലെ സിനിമയിലുണ്ട് ആശ, മനസ്സിലുണ്ട് ആശ, അപ്പോൾ ആൾക്കാർ ഹൃദയത്തിലുണ്ട് ആശ. ആശകളായിരമായിട്ട് ആശ എൻ്റെ മുമ്പിലുണ്ട്. ആശ ചരിത്രം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പ്രൊഫസർ ജയന്തിയാണ്. കുറച്ച് എപ്പിസോഡ് മാത്രം ചെയ്തിട്ട് തീർന്നു പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ഒരു 30 എപ്പിസോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കഥാപാത്രം. അത് ഞാൻ മരിച്ചു പോകുമായിരുന്നു. അത് എന്തോ ഒരു പ്രേക്ഷകരുടെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ആ കഥാപാത്രം അങ്ങനെ നീണ്ട് അങ്ങനെ 800 എപ്പിസോഡ് പോയി. ആശകളായിരത്തില് ഒരുപാട് ജെൻസി കിഡ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഭാഷ പലപ്പോഴും എനിക്ക് മനസ്സിലാവില്ല. ചില കാര്യങ്ങൾ അർത്ഥം കണ്ടുപിടിക്കൂ. ഞാൻ തലകുത്തി നിന്നാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം. ഏതൊക്കെ വാക്കുകളാണ് ഇതിപ്പോ പറയാൻ പറ്റില്ല. ഏറ്റവും പൂക്കി ആരാന്ന് വെച്ചാൽ എന്ത് പറയും? ഓഫ് കോഴ്സ് ഏറ്റവും ഭയങ്കര അടിപൊളി വൈബും അതൊക്കെ ഉള്ളത് ലാലേട്ടനാണ്. ഹീസ് വെരി ക്യൂട്ട്. ഓഫ് കോഴ്സ് ഹീസ് വെരി ക്യൂട്ട്. ദൃശ്യം 2 ക്ലൈമാക്സിൽ എല്ലാവരും ഞെട്ടിയായിരുന്നു. 3 വരുമ്പോൾ എങ്ങനെയാണ് ഞെട്ടാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഞെട്ടണമല്ലോ. ദൃശ്യമെല്ലാം നമ്മളെല്ലാവരെയും ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ ആക്ടിംഗ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ക്ലാസ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഒപ്പം ക്ലബ് എഫ് എമ്മിലുള്ളത്. ക്ലാസിക്കൽ ഡാൻസർ ആൻഡ് ആക്ടർ, മൾട്ടി ടാലന്റഡ് ആശ ശരത്. വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 5 ലൈൻസിലായിരിക്കും സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നൈസായിട്ട് തുടങ്ങാം. പല ഭാഷയിലെ സിനിമയിലുണ്ട് ആശ, മനസ്സിലുണ്ട് ആശ, ഇപ്പോൾ ആൾക്കാർ ഹൃദയത്തിലുണ്ട് ആശ. ആശകളായിരമായിട്ട് ആശ എൻ്റെ മുമ്പിലുണ്ട്. അടിപൊളി, തകർത്തു, ഇഷ്ടപ്പെട്ടു. പാട്ടുകൾ എഴുതാറുണ്ടോ? എഴുതൂ. ഇങ്ങനെ വെച്ച് പാട്ടുകൾ എഴുതി അടിപൊളിയായിരിക്കും. അടിപൊളി. ആശകളായിരത്തിലുള്ള ആശയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആശകളായിരത്തിലെ എന്റെ കഥാപാത്രത്തിന്റെ പേര് മാഷ എന്നാണ്. അപ്പൊ അതൊരു വീണ്ടും പഞ്ചായി. അതെ. ഒരുപാട് ആശകളോടുകൂടി ഒരുപാട് ആശകളുള്ളവർ ഒരുമിച്ച് ചെയ്ത ഒരു ചിത്രം. അതാണ് ആശകളായിരം. നൈസ്. ഒരു പഞ്ചിന് തിരിച്ചൊരു പഞ്ച്. നൈസ്. ഇപ്പം ആശ ചരിത്രം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പ്രൊഫസർ ജയന്തിയാണ്. കുങ്കുമപ്പൂല ആ ഒരു ക്യാരക്ടർ കുറച്ച് സ്റ്റിഫായിരുന്നു. ആ ക്യാരക്ടർ അതിലേക്ക് എങ്ങനെയാണ് എത്തിയിരുന്നത്? കുറച്ച് സ്റ്റിഫ് എന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആദ്യത്തെ കുറെ എപ്പിസോഡ്സ്. അതെ. പക്ഷേ നിങ്ങളൊന്നും കാണാൻ വഴിയില്ല. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. ആ കാലത്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രൊഫസർ ജയന്തി എന്ന് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ആൾക്കാർ. ഇപ്പോഴും ആരെങ്കിലും അങ്ങനെ പ്രൊഫസർ ജയന്തിന്ന് എവിടെയെങ്കിലും കേൾക്കാറുണ്ട്? എപ്പോഴും പറയാറുണ്ട്. പ്രൊഫസർ ജയന്തി അങ്ങനെ ആൾക്കാരെ അധികം മറന്നിട്ടില്ല എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ കഥാപാത്രം ഒരു രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് വളരെ അവിചാരിതമായിട്ട് വന്നതാണ്. കുറച്ച് എപ്പിസോഡ് മാത്രം ചെയ്തിട്ട് തീർന്നു പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ഒരു 30 എപ്പിസോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ കഥാപാത്രം. അത് ഞാൻ മരിച്ചു പോകുമായിരുന്നു. അത് ശരി. അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു അത്. സീരിയൽ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഫുൾ ലെങ്ത് ചെയ്ത് പോലെ പ്രാക്ടിക്കൽ ആവില്ല. ദുബായിൽ താമസിക്കുന്നതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് എന്തോ ഒരു പ്രേക്ഷകരുടെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ആ കഥാപാത്രം അങ്ങനെ നീണ്ട് അങ്ങനെ 800 എപ്പിസോഡ് പോയി. അതൊരു സന്തോഷമാണ്. സീരിയലിലേക്ക് എങ്ങനെയായിരുന്നു മാഡം എത്തിയത്? സീരിയലിലേക്ക് ഞാൻ അതിന് മുമ്പ് ദുബായിൽ വെച്ചിട്ടൊരു ടെലിഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടാണ് ഏഷ്യാനെറ്റിലേക്ക് വിളിച്ചത്. ആശകളായിരത്തിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് ഇപ്പോൾ ഇറങ്ങിയായിരുന്നു. അതായത് 2 പേരും ഇങ്ങനെ വന്നിട്ട് ഞാൻ അടിച്ചത് അവൾ അറിഞ്ഞിട്ടില്ല, ഇതാണ് ആക്ടിങ്. ഈ 2 പേരിൽ നന്നായിട്ട് ആക്ട് ചെയ്തതാരായിരിക്കും? മദ്യപിച്ച സീനാണോ? ആ ഒരു സീനല്ല, ത്രൂ ഔട്ട് ആക്ടിങ്ങിലൂടെ ഞെട്ടിച്ചതാരായിരിക്കും? ഞാൻ 2 പേരും അങ്ങനെ പറയാൻ പറ്റില്ല. ജയറാമേട്ടനെ കുറിച്ച് നമുക്ക് പറയാൻ നമ്മൾ ആളല്ല. ജയറാമേട്ടൻ എന്ന് പറയുന്ന ഇസ് എ ഗ്രേറ്റ് ആക്ടർ. അത്ര സിനിമകളാണ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ജയറാമേട്ടനിങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്രയും സിനിമകൾ, എത്രയോ വെറൈറ്റി ക്യാരക്ടേഴ്സ്, എത്ര സിനിമകൾ ചെയ്തിട്ടുള്ള നടനാണ് ജയറാമേട്ടൻ. ജയറാമേട്ടൻ്റെ അഭിനയത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, പറയാനും പാടില്ല. എന്നെ പോലെ ഒരാൾ കണ്ണൻ്റെ ആണെങ്കിൽ കാളിദാസിൻ്റെ ആണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാളിദാസ്. ഞങ്ങൾക്ക് പല സമയത്ത് അഭിനയിക്കുകയായിരുന്നു, സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്കും കാളിദാസിനെ. കാര്യം ഒരു അമ്മയും മോനും തമ്മിൽ കെമിസ്ട്രി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. 2 ആര് മികച്ചതെന്നൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാനും പറ്റില്ല, പറയാനും പാടില്ല. അച്ഛനും മകനും എന്നുള്ളത് 2 പേരും നല്ല ആക്ടേഴ്സാണ്. ഓഫ് കോഴ്സ്. നൈസ്. സെക്കൻഡ് കൊളാബാണ് ജയറാമേട്ടയുടെ. സെറ്റിൽ എങ്ങനെയായിരുന്നു ഇദ്ദേഹം? ബാഗ്മതിയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. കാര്യം അദ്ദേഹം ഒരു മിനിസ്റ്ററായിരുന്നു. എല്ലാ കള്ളത്തരങ്ങളൊക്കെ ഉള്ള ഒരു മിനിസ്റ്ററായിരുന്നു. ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ ആ ഒരു കള്ളത്തരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് അവസാനം ചെന്നെത്തുന്നത് ഒരു മിനിസ്റ്ററിലാണ്. അപ്പോഴത്തേക്ക് ആ മിനിസ്റ്റർ മരിച്ചു പോവാണ്. അതായിരുന്നു ആ സിനിമ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് ഉണ്ടായിട്ടില്ല. ഓൺലി മിനിസ്റ്റർ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയി നിൽക്കുന്ന സമയത്ത് ആ ഒരു കോമ്പിനേഷൻ തീരുകയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സെറ്റിൽ ഒരു ദിവസവും മറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഇത് അങ്ങനെയായിരുന്നില്ല. ഏകദേശം ഒരു 35 ഡേയ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് അങ്ങനെ മാത്രമല്ല, ജയറാമേട്ടനെ എനിക്കൊരു മോർ ദാൻ ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി
സെലിബ്രിറ്റി എന്നുള്ളതിലൊക്കെ ഉപരി എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അയൽവക്കക്കാരനാണ്. അപ്പം അത്ര നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ടോ അങ്ങനൊരു പേടിയോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ലീഡ് റോൾസിൽ അഭിനയിക്കുന്ന ഒരു പെരുമ്പാവൂരുകാരൻ. അപ്പോൾ ലൈക്ക് ഇദ്ദേഹമാണ് ഭയങ്കര ഫണ്ണുമാണ്. പിന്നെ സെറ്റിൽ വെച്ചിട്ട് എന്തെങ്കിലും ഫൺ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക ഒരു 99% പെരുമ്പാവൂരിനെ കുറിച്ചിട്ടായിരിക്കും. ആ പെരുമ്പാവൂർ മറ്റേ അവിടെ അങ്ങനെ സംഭവിച്ചില്ലേ, മറ്റേ നമ്മുടെ അപ്സരയിലെ ബിരിയാണി എത്ര നാളായി കഴിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. കാര്യം അമ്പലം, പെരുമ്പാവൂർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ലൊക്കാലിറ്റിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കുറേ നാളായി ഞങ്ങൾ രണ്ടുപേരും നാട് വിട്ടിട്ട് കുറച്ച് നാളായി. പക്ഷെ എങ്കിലും നാടായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കണ്ണൻ ഒരു കുഞ്ഞു പെരുമ്പാവൂരാണല്ലോ, ഹരിദാസ് ഒരു കുട്ടി പെരുമ്പാവൂരാണ്. പിന്നെ ഷറഫ് പെരുമ്പാവൂരാണ്. ശരിക്കും പറഞ്ഞാൽ ഷറഫ് പെരുമ്പാവൂർ മുടിക്കൽ എന്ന് പറയും, ഷറഫിന്റെ അമ്മ വീട് അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേര് പെരുമ്പാവൂരുകാരുണ്ടായിരുന്നു. സോ ഒരു കുട്ടി പെരുമ്പാവൂർ സിനിമയാണ്. കുട്ടി പെരുമ്പാവൂർ സിനിമയാണ്. നൈസ്. എനിക്ക് ആ ഗ്ലിംസ് കണ്ടപ്പോൾ അനുരാഗും കരിക്കും വെള്ളത്തിൽ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ബിജു മേനോനും ആ ചേച്ചിയുടെ അതേ ഒരു സെയിം കെമിസ്ട്രി ആയിരിക്കും ജയറാമേട്ടനൊപ്പം. നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ സുമ എന്ന് പറയുന്ന കഥാപാത്രം ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. സുമ ഭയങ്കര പാവവും, സുമയ്ക്ക് ഭർത്താവിന് ഭയങ്കര പേടിയും, ഒരു കോൺഫിഡൻസ് ഭയങ്കര താന്നിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാര്യം ഭർത്താവിനോട് എന്തെങ്കിലും പറയാൻ പേടി, അങ്ങനെയൊക്കെയുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ആശ അങ്ങനെയല്ല. ആശ ഭയങ്കര ഭർത്താവായിട്ടും മക്കളായിട്ടൊക്കെ എല്ലാ ഒരു പ്രത്യേകിച്ച് ജെൻസി വൈബൊക്കെ മക്കളുടെ കൂടെ ഒക്കെ പറയുന്ന അമ്മയാണ്. മക്കളുടെ എല്ലാ കൂട്ടത്തിലും കൂടുന്ന അമ്മയാണ്. എന്നെപ്പോലെ ഒരു അമ്മ. എൻ്റെ 2 പെൺകുട്ടികളായതുകൊണ്ട് എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര രസമായിരുന്നു കുട്ടികളുടെ കൂടെ. ജെൻസീസ് ഉപയോഗിക്കുന്ന കുറേ സ്ലാങ്സ് ഉണ്ട്, അതൊക്കെ അതിൽ കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കും എനിക്ക് അതിൽ ഏറ്റവും വലിയ ഈ ആശകളായിരത്തിൽ ഒരുപാട് ജെൻസി കിഡ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കാളിദാസ് ഉണ്ട്, അഖിലുണ്ട്. അഖിലിനെ അറിയാന്ന് വിചാരിക്കുന്നു. അറിയാം, കണ്ടന്റ് ക്രിയേറ്റർ. അതെ, കണ്ടന്റ് ക്രിയേറ്റർ അഖിലുണ്ട്. പിന്നെ ഇതിനകത്ത് മകളായിട്ട് അഭിനയിക്കുന്ന സൂര്യയുണ്ട്, ഭാഗി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. കുറേ ജെൻസി കിഡ്സ് ഉണ്ട്. കണ്ണൻ്റെ കാളിദാസിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അഭിനയിക്കുന്നവർ. ഇവരുടെയൊക്കെ ഭാഷ പലപ്പോഴും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചില കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ അർത്ഥം ഇവരെന്നെ പറഞ്ഞ് ചില കാര്യങ്ങൾ അർത്ഥം കണ്ടുപിടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചില അർത്ഥങ്ങൾ പറയാം. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ തലകുത്തി നിന്നാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം. ഇതിപ്പോൾ പറയാൻ പറ്റില്ല. അത്തരം വാക്കുകളൊക്കെ ആയിരിക്കും ഇവരെനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ അമ്മൂനോട് ചോദിക്കും, വീട്ടിൽ പോയിട്ട് അമ്മു വരും ആയിരുന്നു ലൊക്കേഷനിൽ, 2ാമത്തെ മോള്. ഞാൻ ചോദിക്കുന്നത് അമ്മൂനോ, അമ്മ ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല. അങ്ങനെയുള്ള പല വാക്കുകളും പല അർത്ഥങ്ങളും ഒക്കെ ഇവരിന്ന് പറയും. ഇങ്ങനത്തെ ചില കോഡ് വേർഡുകളും ഒക്കെ ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു തന്ന് ഞാനും കുറെ കഴിഞ്ഞപ്പോൾ ഒരു ജെൻസി കിഡായോ ഒരു ജെൻസി മമ്മിയായോ എന്നൊക്കെ എനിക്കൊരു സംശയം വരുമായിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്തിരുന്നു ലൊക്കേഷൻ. പക്ഷെ ബേസിക് വാക്കുകളൊക്കെ അറിയായിരിക്കുമല്ലോ ഈ ജെൻസീസിന്റെ, ലൈക് പൂക്കി. പടത്തിലൊരു പൂക്കി അമ്മയാണെന്ന് തോന്നുന്നു. ഒരു അടിപൊളി അമ്മയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അതെനിക്ക് ആ ഒരു വൈബ് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം ഇതുപോലെയൊക്കെ ഒരു അമ്മയാണ്. കുട്ടികളുടെ അടുത്ത് ഭയങ്കര ടു മച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയല്ല. ചീത്ത പറയുന്നത് പൂക്കിയാണ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോഴുള്ള ചീത്ത പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, വലിയ മൈൻഡൊന്നുമില്ല ഞാൻ ചീത്ത പറഞ്ഞാലും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മുടെ 2 ചീത്ത പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. അല്ലാതെ ഇവർക്ക് ഞാൻ ചീത്ത പറഞ്ഞൊന്നും they don't mind. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞു എന്നൊരു സമാധാനം. വർക്ക് ചെയ്തിൽ വെച്ചിട്ട് സിനിമയിൽ ഏറ്റവും പൂക്കി ആരാന്ന് വെച്ചാൽ എന്ത് പറയും? ഈ സിനിമയിലാണോ? അല്ല, ത്രൂ ഔട്ട് മലയാളം സിനിമയിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തിൽ വെച്ചിട്ട് ഓഫ്കോഴ്സ് ഏറ്റവും ഭയങ്കര അടിപൊളി വൈബും അതൊക്കെ ഉള്ളത് ലാലേട്ടനാണ്. ഇതിന്റെ അർത്ഥം ക്യൂട്ടെന്നും കൂടിയാണ്. ഹീസ് വെരി ക്യൂട്ട്. ഹീസ് വെരി ക്യൂട്ട്. ഓഫ്കോഴ്സ് ഹീസ് വെരി ക്യൂട്ട്. വെരി ക്യൂട്ട്. ഭയങ്കര വൈബുള്ള ആളാണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. റിസും ആർക്കായിരിക്കും എന്ന് വെച്ചാൽ? റിസ് എന്ന് വെച്ചാൽ കരിഷ്മ. കരിഷ്മയുടെ വേറെ വാക്കാണ് റിസ്. കരിഷ്മയുടെ റിസ് ആണ് റിസ്. ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു? എനിക്ക് സംശയം. ആരാണ് ഉണ്ടാക്കുന്നത്? ഇത് ആക്ച്വലി ഉണ്ടാക്കണല്ല, നമ്മൾ ജെൻസീസ് ആക്ച്വലി മടിയന്മാരാന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കരിഷ്മ ആര് പറയണം? കരിഷ്മ റിസ്. അങ്ങനെ പല പല ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. സ്റ്റിക്കേഴ്സ് പലതും മനസ്സിലാവില്ല, പല ഇമോജീസ് മനസ്സിലാവില്ല. പല സ്റ്റിക്കർ ഞാൻ പിള്ളേരോട് ചോദിക്കും ഇതിന്റെയൊക്കെ അർത്ഥം ഒന്നും നമുക്ക് മനസ്സിലാവാതെ. ഇങ്ങനെയൊക്കെ വരുന്ന സിമ്പിൾസ് ആണോ? എന്തൊക്കെയോ ഇരുന്നുണ്ടല്ലോ പല പല സാധനങ്ങളൊക്കെ. ഇതിന്റെ അർത്ഥം ഇതൊക്കെ അറിയാം. കരിസ്മാറ്റിക്, പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓഫ്കോഴ്സ് മമ്മൂക്ക ഓൾവേസ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് നല്ല അഡ്വൈസസ് തരുന്ന ആളാണ്. ഓക്കെ, നൈസ്. 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ എല്ലാവരും ഞെട്ടിയായിരുന്നു. ദൃശ്യം 2യുടെ ക്ലൈമാക്സിൽ എല്ലാവരും ഞെട്ടിയായിരുന്നു. 3യിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഞെട്ടാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും ഞെട്ടണമല്ലോ. എല്ലാവരും ദൃശ്യമെല്ലാം നമ്മളെല്ലാവരെയും ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണല്ലോ. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാം. 3 കഴിഞ്ഞപ്പോൾ എന്ത് ഫീൽ ചെയ്തിരുന്നു?
3 കഴിഞ്ഞപ്പോൾ സന്തോഷം. ഏപ്രിൽ 2 നമുക്ക് അതിൻ്റെ എല്ലാ റിസൾട്ടുകളും അറിയാൻ പറ്റും. ഒരു ക്യൂരിയോസിറ്റി വീണ്ടും ഉണ്ടാവുമോ? ദൃശ്യം എപ്പോഴും അങ്ങനെയാണല്ലോ. ദൃശ്യം എല്ലാവരെയും പോലെ തന്നെ, പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിലും അഭിനയിക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴൊക്കെയും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ചിത്രമാണ്. അപ്പം ഞാനും ഈ ഏപ്രിൽ 2 വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് കുങ്കുമപ്പൂല ആ ഒരു ക്യാരക്ടർ പ്രൊഫസർ ജയന്തിക്ക് ശേഷം സിനിമയിൽ എടുത്ത ആൾക്കാർ വിളിക്കുന്ന പേരുണ്ടെങ്കിൽ അത് IG ദൃശ്യമിലെ ആ ഒരു ക്യാരക്ടറായിരിക്കും. അതിനുശേഷം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്? ഇല്ല, നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് നമ്മളെ ഓർക്കുന്നത് ഒരു സന്തോഷമാണ്. പിന്നെ ഒരു കഥാപാത്രവുമായിട്ട് മറ്റൊരു കഥാപാത്രത്തിന് ഒരു ബന്ധമില്ല. സുമയ പറയാറുണ്ട്, അനുരാഗ് കരിക്കിൻ വെള്ളത്തിൽ സുമയുടെ കാര്യം പറയുന്ന ഒരുപാട് പേരുണ്ട്, കുടുംബ പ്രേക്ഷകർ ഒരുപാട് പേര് പറയാറുണ്ട്. പാവാടയിൽ സിസ്ലി പറയാറുണ്ട്. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് എടുത്ത് പറയുമ്പോൾ അത് സന്തോഷമാണ് ആക്ച്വലി. അല്ലാതെ അത് ബ്രേക്ക് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ, ഓർമ്മയിലിരിക്കട്ടെ. നൈസ്. ഇപ്പോൾ തമിഴിൽ നോക്കുമ്പോഴും സെയിം തന്നെ ചെയ്തിട്ടുണ്ട്, പാപനാശത്തിലും സെയിം റോൾ ചെയ്തിട്ടുണ്ട്. തെലുഗുവിലും ഹിന്ദിയിലും വരുമ്പോൾ അത് വേറെ വേറെ ക്യാരക്ടേഴ്സാണ്. അവിടെ നിന്നും ആ ദൃശ്യമിൻ്റെ ആ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിൽ നിന്ന് വന്നിട്ടില്ല, തെലുങ്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് മറ്റ് ഭാഷകൾ ചെയ്യുന്ന ഒരു ഡേറ്റ്സ് ഒക്കെ ക്ലാഷ് വന്നിട്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. റൂമറാന്ന് തോന്നുന്നു, ദൃശ്യം 3 ഹിന്ദീൻ്റെ പോസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാഡത്തിന് പേര് കാണിക്കുന്നുണ്ട്, ചേച്ചിയുടെ പേര് കാണിക്കുന്നുണ്ട്. നോർമൽ തബുയുടെ ക്യാരക്ടറും ഇവരുടെ പേരുണ്ട്. അതിനുശേഷം ആശാ ശരത്, ഞാൻ പറഞ്ഞു ഇതുള്ളതാണ്. ഇല്ലല്ലേ? ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ചേച്ചി ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ദുബായിലായിരിക്കും. കൂടുതൽ നമ്മൾ പറയണത് വണ്ടിയിലെ ട്രാഫിക്കിൽ ഇത്ര നേരം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഫ്ലൈറ്റിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഒരാഴ്ചയിൽ? മാക്സിമം നമ്മൾ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഒരു 4-4.5 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പം ശീലായി. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സ്ഥലം ദുബായ് ആണോ അല്ലെങ്കിൽ കേരളമാണോ? ഓഫ് കോഴ്സ് നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെ ഉള്ളത് നാട്ടിലാണ്. നമ്മുടെ നാടും നമ്മളുടെ രീതികളും ഒക്കെ ഓഫ് കോഴ്സ് ഇവിടെ തന്നെയാണ്. പിന്നെ ഒരു വർഷങ്ങളായിട്ട് ജീവിച്ചൊരു സ്ഥലം എന്ന രീതിയിൽ ദുബായും ഇഷ്ടമാണ്. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം ആക്ടിങ്ങും ചെയ്യുന്നുണ്ട്. ഒരു ഫ്രീ ഡേ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആശാ ശരത്തിൻ്റെ ഒരു ഡേ എങ്ങനെയായിരിക്കും പോവുക? ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? നന്നായിട്ട് ഉറങ്ങാൻ നോക്കും, ഉറങ്ങാൻ ശ്രമിക്കും. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കും. പിന്നെ കുട്ടികളുടെ റൂമൊക്കെ പോയിട്ട് അവരെയൊക്കെ കുറേ ചീത്ത പറയും, എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ടിപ്പിക്കൽ അമ്മ. അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ നോക്കും. ഇതൊക്കെ തന്നെയാണ് ഒരു റിലാക്സ് ഡേ ഉണ്ടെങ്കിൽ ചെയ്യുക. സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്? ഇപ്പോഴും ഭയങ്കര ഗ്ലോയിങ് ആണ്. എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഈ സ്കിന്നിന്? ഒന്നുമില്ല, ബിസി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ബിസി ആയിട്ടിരിക്കുക, നല്ല ബിസി ആയിട്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇടുന്നു, റേഡിയോ ഇപ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളം റേഡിയോയിലുണ്ടായിരുന്നു. റേഡിയോയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മിസ് ചെയ്യണത്? റേഡിയോയിൽ ഞങ്ങളുള്ള സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യം, ഞാൻ വന്നതുപോലെയുള്ള ഒരുപാട് പേര്, പല എക്സ്പീരിയൻസുള്ള ഒരുപാട് പേര് റേഡിയോയിൽ വരുമായിരുന്നു. എന്നുവെച്ചാൽ ദുബായിൽ ആ സമയത്ത് പ്രോഗ്രാംസിന് വേണ്ടി നാട്ടിൽ നിന്നുള്ള എല്ലാ ക്രൂവും വരും. സെലിബ്രിറ്റീസ് എന്ന് മാത്രമല്ല, പല മേഖലകളിലുള്ളവർ, പല മേഖലകളിൽ അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ച് ഒരുപാട് പേര് വരും. പല പല ആൾക്കാരോട് നമുക്ക് സംസാരിക്കുമ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ്, പല ടാലൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്, കുറേ നല്ല പാട്ടുകൾ കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു റേഡിയോ ജോലി ചെയ്ത് എല്ലാവരും ഒരുമിച്ച്. സോ റേഡിയോ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ജോലിയായിരുന്നു. ആ ജോലി ഞാൻ പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. വലിയ സ്ട്രെസ്സുകളൊന്നും ഇല്ലാതെ ഇരുന്നിരുന്നൊരു സമയമാണ്. ഞങ്ങൾ പക്ഷേ ന്യൂസിലിരിക്കുമായിരുന്നു, പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, റേഡിയോ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. സോ റേഡിയോ ജോലി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു RJ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സംസാരിക്കൽ മാത്രമല്ല. സോ കുറേ മേഖലകളുണ്ടായിരുന്നു. സോ റേഡിയോ നാടകങ്ങൾ എന്ന് വെച്ചാൽ ഈ ഡെയിലി സീരിയൽസ് ആൾക്കാരെ കാണുന്നില്ലേ, അതുപോലെ ഡെയിലി ഉള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതായത് നാടകം പോലെ. അപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ട് നാളത്തെ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ആൾക്കാരെ കാത്തിരിക്കുന്ന പ്രോഗ്രാംസ്. സോ എൻജോയ് ചെയ്തൊരു ജോലിയായിരുന്നു. എനിക്ക് നല്ല മിസ് ചെയ്യുന്നൊരു ജോലിയാണ്. ഇനിയിപ്പോൾ റേഡിയോയിൽ കയറുവാണെന്നുണ്ടെങ്കിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? തീർച്ചയായിട്ടും ആൾക്കാരോട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന റേഡിയോയുടെ അതിൻ്റെ ഒരു ചെയറുണ്ട്, അതിൻ്റെ സൈഡിൽ ഞാൻ ആശാ ശരത് വൈറ്റിംഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാലത്ത് തിരിച്ചു വരികയാണെങ്കിൽ ചെയറും എനിക്ക് ജോലിയും തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും എന്നോട്, ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് എന്നോട് ചോദിക്കാറുണ്ട്, പ്രോഗ്രാം ചെയ്യാമോ, ഒരാഴ്ചയിൽ ഒരു പ്രോഗ്രാം. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. ചെയ്യാൻ പറ്റിയാൽ ചെയ്യണമല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാനൊരു മാഗസീനിൽ വായിച്ചതാണ്, അതായത് വണ്ടികളുടെ കളക്ഷൻസ് ഒരുപാടുണ്ട്. മസറാട്ടി ഉണ്ട്, 7 സീരീസ് ഉണ്ട്. പക്ഷെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എക്കോ സ്പോർട്ടാണ്. ആ എക്കോ സ്പോർട്ടിനോട് എന്താണ് ഇത്രയും ഒരു ഇഷ്ടം? എക്കോ സ്പോർട്ട് എൻ്റെ ചേട്ടൻ ഓടിച്ചിരുന്ന വണ്ടിയാണ്. എൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ്. ചേട്ടൻ വർഷങ്ങളോളം യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു. സോ അതാണ് എപ്പോഴും ഫേവറേറ്റ് വണ്ടിയായിട്ട്. ഇപ്പോഴും ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുക ആ വണ്ടിയിലാണ്. എക്കോ സ്പോർട്ടിൽ. ഓക്കെ. ആ വണ്ടി ഇവിടെയാണോ അല്ലെങ്കിൽ പുറത്താണോ? അല്ല, ആ വണ്ടി നാട്ടിലാണ്. ഓക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലേറ്റ് ആയിട്ടാണ് സിനിമയിലെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സിനിമയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. സക്സസ് ഭയങ്കര വലുതായിരുന്നു. ഇങ്ങനെ ലേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വരാനുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ലേറ്റായി അല്ലെങ്കിൽ കുറേ മുന്നേ വന്നു
അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ഒരു ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണം. അതിനൊരു ഇത്ര സമയത്ത് വരണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏത് പ്രായത്തിൽ എത്രയോ പേരുണ്ട് വളരെ ലേറ്റായിട്ട് വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ ഓപ്പർച്യൂണിറ്റിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് നമുക്ക് തന്നെ നമ്മളുടെ ഒരു ടാലൻ്റ് അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഞാൻ തന്നെ പല ഡയറക്ടേഴ്സിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ, നല്ല കുട്ടികൾ, അല്ലെങ്കിൽ നല്ല ടിക്ടോക്ക് ചെയ്യുന്ന അതുപോലത്തെ ചെയ്യുന്ന നല്ല നല്ല കുട്ടികളെ കാണും. ഈ കൊച്ചിനെ നോക്കൂ, അല്ലെങ്കിൽ ഈ മോനെ നോക്കൂ, അല്ലെങ്കിൽ ഈ ആക്ടറിനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ കുറവുള്ള ആളാണ്. പക്ഷെ അതിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. എപ്പോഴും നിങ്ങൾക്കുള്ള സ്പേസ് എവിടെയാണെങ്കിലും ഉണ്ടാവും. ഇഫ് യു ഹാവ് ടാലൻറ്റ് ഇൻ യു, കോൺഫിഡൻസ് ഇൻ യു, യു വിൽ 100%. അതായത് ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ, അതായത് കല്യാണം കഴിയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ഒന്ന് ഫാമിലിക്കായി വരുമ്പോൾ മൈൻഡ് ലൈൻസ് ആയിട്ട് അതിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ പാഷനിലേക്ക് ചിലപ്പോൾ നോക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അവരോട് പറയാനുള്ള മെസ്സേജ്, സമയം ഉണ്ടാവാത്തതല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തതാണ്. നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ, ഓക്കെ ഒരു അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രചോദനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരാൻ തോന്നും. പക്ഷെ ആ പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കല്യാണത്തിന് മുമ്പ് നന്നായിട്ട് പാടുമായിരുന്നു, ഡാൻസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴോ? ഇപ്പം അതിനൊന്നും സമയമില്ല. അത് പറയുന്നത് കൂടുതൽ ആ ടാലൻ്റുള്ള ആളായിരിക്കില്ല, കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും പറയണ്ടാവുക. ഇപ്പം കുട്ടികളൊക്കെ ആയതുകൊണ്ട് അതിന് സമയമില്ല. എന്തിനും നമുക്ക് സമയമുണ്ടാക്കി, നേരത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഇഫ് യു ഹാവ് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതല്ല, സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും 1 മണിക്കൂർ കുറച്ച് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് TV കാണുന്നത് 1 മണിക്കൂർ കുറച്ച്, വി ക്യാൻ ഡു സോ മെനി തിങ്സ്. ആ 1 മണിക്കൂർ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടെയുള്ള ഒരു ടാലൻ്റുള്ള ഒരാളുണ്ടെങ്കിൽ, ഒരു ടാലൻറ്റും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ടാലൻ്റ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഒരു വീടൊരു ഭംഗിയായി വെക്കുക. ഒരു ഹോം മേക്കർ എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ്, ചെറിയ ജോലിയേ അല്ല. ഏറ്റവും പണ്ട് പറയുമ്പോൾ താങ്ക്ലെസ് ജോബാണ്. ഒരു താങ്ക്ലെസ് ജോബാണ്. ഏറ്റവും മനോഹരമായിട്ട് വീട് വെക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ഇതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 100 കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ കണ്ടുപിടിക്കേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കൂടെയുള്ള ആളാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹസ്ബൻഡെന്നോ ഇൻലോസ് ഒന്നുമല്ല, ആരെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. ബട്ട് നമുക്ക് വേണമെന്ന് നമുക്കും കൂടെ ഒരു തോന്നലുണ്ടാവണം, അത്രയേ ഉള്ളൂ. നൈസ്. ഇപ്പോൾ ട്രോൾസ് കുറേ വരാറുണ്ടാവും നമുക്ക് എല്ലാവർക്കും. അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്? അതൊരു ഫണ്ണായിട്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യാറുള്ളൂ. ഒരു രസമായിട്ട് മാത്രം ചിരിച്ചു തള്ളാറ് മാത്രമേ ഉള്ളൂ. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണല്ലോ എന്ന് ആലോചിക്കും, എങ്ങനെയൊക്കെ ആലോചിക്കുന്നു നമ്മൾ ആലോചിക്കും, അത്രയേ ഉള്ളൂ. അതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമാണ് ട്രോൾസിനെ കാണാറുള്ളൂ. നേരത്തെ ഒരു പ്രാങ്ക് പോലെ ഒരു സംഭവം ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ അതിന് ഭയങ്കര ട്രോൾ വന്നിരുന്നു. അതെ. ഞാൻ ചെയ്യാൻ നോക്കിയതല്ല, അതൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു. ആ സിനിമയുടെ കണ്ടന്റ് വാസ് ഹസ്ബൻഡിനെ മിസ്സിംഗ് ആണ്. ആ സിനിമയിൽ സക്കറിയ എന്ന് പറയുന്ന ഹസ്ബൻഡിനെ മിസ്സിംഗ് ആണ്. പക്ഷെ അതിൽ ആശാ ശരത്ത് എന്ന് തെറ്റിദ്ധരിച്ചു. ശരിക്കും അത് കഥാപാത്രമായിരുന്നു. കഥാപാത്രത്തിന്റെ ഒരു വോയിസ് നോട്ട് വീഡിയോ നോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ആൾക്കാരെ തെറ്റിദ്ധരിച്ചു. അത് അവസാനം വരെ കണ്ടില്ല, സക്കറിയെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങോട്ട് വരെ എത്തിയില്ല. പ്രത്യേകിച്ച് അതൊരു എന്നോടുള്ളൊരു അറ്റാച്ച്മെന്റ് കൂടെ ആയിരിക്കും. പെട്ടെന്ന് അവരും പാനിക്കായി, പ്രേക്ഷകരും പാനിക്കായി. അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിരുന്നു. അത്തരത്തിലൊരു മാർക്കറ്റിംഗ് വേണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു എനിക്ക്. ട്രോൾസ് കമന്റ്സ് വായിക്കാറുണ്ടോ? അപ്പോൾ വളരെ വളരെ കുറവാണ് കമന്റ്സ് വായിക്കൽ, വളരെ വളരെ കുറവാണ്. കമന്റ്സ് എന്ന് വെച്ചാൽ അതൊരു ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ എഴുതി പോകുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് വല്ലപ്പോഴൊക്കെ ചില കമന്റ് കാണുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അതിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അത് ഓരോരുത്തർക്ക് തോന്നുന്ന തോന്നലല്ലേ. അപ്പം അതിനും തെറ്റ് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരാളെക്കുറിച്ച് എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ മനസ്സിൽ എടുക്കണോ എന്നുള്ളത് ഇറ്റ്സ് അവർ വിഷ്. അപ്പം അത് വായിക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചാൽ മതിയല്ലോ. അടിപൊളി. ഇപ്പം ഞാനൊരു ഓപ്ഷൻ തരാം, അതായത് ചൂസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഡാൻസ്, ആക്ടിങ്, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, എന്ത് ചൂസ് ചെയ്യും? ഏറ്റവും നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനൊക്കെ എപ്പോഴും തോന്നും, പക്ഷെ അത് എത്ര നേരം എന്നുള്ളതാണ്. പിന്നൊരു ദിവസം ഒരു മാസം വർക്ക് ചെയ്താൽ ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കണമെന്ന് നമുക്ക് ഷുവറായിട്ടും തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ ഫോൺ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിലെ സിസ്റ്റം ഓഫ് ചെയ്തിരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കണം എന്നുള്ളത്
ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വൺസ് ഇൻ എ വൈൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. കുറച്ച് ദിവസം വെറുതെ ഇരിക്കും, അയ്യോ തിരിച്ച് ജോലി വേണമല്ലോ, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ ഓഫ് കോഴ്സ് ഡാൻസ് ഇസ് ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, സെക്കൻഡ് ചോയ്സ് വിൽ ബി ആക്ടിങ്. അപ്പോൾ ആശകളായിരം 100,000 ആൾക്കാരുടെ ആശയിലേക്ക് എത്തട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്.